ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കേരളത്തിലെ മുന്നേറ്റങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിലബസിൽ എടുത്ത് കൊടുത്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 തെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപമാണ് കേട്ടോ. അതേപോലെ തന്നെ വേണാട് ഉടമ്പടിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഏറ്റവും മിനിമം സമയം കൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ മാക്സിമം പോയിൻറ്റ്സുകളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 5 തെങ്ങ് കലാപം. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഉണ്ടല്ലോ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ കലാപം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 5 തെങ്ങ് കലാപമാണ്. അതിൻ്റെ വർഷം ഓർത്ത് വെച്ചേക്കുക, 1697 5 തെങ്ങ് കലാപം. ഒന്നുകൂടെ പറയാം, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ഫസ്റ്റ് കലാപമാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 തെങ്ങ് കലാപം എന്ന് പറയുന്നത് ഒരു സംഘടിത കലാപം ആയിരുന്നില്ല. അതായത് ഒരു സംഘടനയുടെ പിൻബലോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടൊരു നേതാവോ ഒന്നും ഈ ഒരു കലാപത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സംഘടിത കലാപമല്ല, ജസ്റ്റ് ഒരു കലാപം. അതിൻ്റെ വർഷം 1697. ഇനി കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യ സംഘടിത കലാപം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആറ്റിങ്ങൽ കലാപമാണ് കേട്ടോ. അത് നമ്മൾ 5 തെങ്ങ് കലാപം പഠിച്ചതിന് ശേഷം നമ്മൾ ആറ്റിങ്ങൽ കലാപം പഠിക്കുന്നതായിരിക്കും. ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ കലാപമാണ് 5 തെങ്ങ് കലാപം. ഇതൊരു സംഘടിത കലാപം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു കലാപം എളുപ്പത്തിൽ അടിച്ചമർത്താൻ സാധിച്ചു. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ഒരു കഥ പോലെ കേട്ടുപോകാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു 5 തെങ്ങ് കലാപത്തിൻ്റെ വർഷം നടന്നിട്ടുള്ള വർഷം ഏതാ? 1697. ഇനി ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഒന്ന് കേട്ടുപോവാം. 1615 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രതിനിധീകരിച്ചിട്ട് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ ആയിട്ട് ബ്രിട്ടീഷുകാർ കേരളത്തിൽ വന്നു. അങ്ങനെ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കേരളം കൊള്ളാം അല്ലേ, ഇഷ്ടംപോലെ സ്പൈസസ് ഒക്കെ ഉണ്ട്, സ്പൈസസിൻ്റെ ഒക്കെ ഒരു കേന്ദ്രമാണ് കേരളം എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ സ്പൈസസ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിങ്ങനെ ശേഖരിച്ച് വെക്കാനൊക്കെ വേണ്ടിയിട്ട് അവർക്കൊരു പണ്ടകശാല ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഈ പണ്ടകശാല നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം ജില്ലയിലെ 5 തെങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രദേശത്ത് പോയിട്ട് അവർക്ക് പണ്ടകശാല പണിതുയർത്താനും അതിനനുബന്ധിച്ച് തന്നെ ഒരു കോട്ട പണിതുയർത്താനൊക്കെ വേണ്ടിയിട്ട് അവർ ആ ഒരു സമയത്തെ ആറ്റിങ്ങൽ റാണിയായിട്ടുള്ള ഉമയമ്മ റാണിയോട് സ്ഥലം ചോദിച്ചു. ഉമയമ്മ റാണി ആ സമയത്ത് ആറ്റിങ്ങൽ റാണിയായിട്ടുള്ള ഉമയമ്മ റാണി അനുവാദമൊക്കെ നൽകി. അങ്ങനെ 1684 ഇവർക്ക് സ്ഥലം നൽകി. വർഷം 1684. അതിനുശേഷം 1690 കൂടി ഈ കോട്ടയുടെ പണിയൊക്കെ ആരംഭിച്ചു കേട്ടോ. അപ്പോൾ പണി ആരംഭിച്ചതാണ് 1690 കൂടിയാണ് കോട്ടയുടെ പണി ആരംഭിച്ചത്. അത് കഴിഞ്ഞൊരു 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും കോട്ടയുടെ പണിയൊക്കെ പൂർത്തീകരിച്ചു. ഓക്കെ, അപ്പം 1695 ബ്രിട്ടീഷുകാർ 5 തെങ്ങ് കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ള വർഷം പഠിച്ചു വെച്ചേക്കുക. 1695 ബ്രിട്ടീഷുകാർ 5 തെങ്ങ് കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ള വർഷം. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് 5 തെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയിട്ടുള്ള ഭരണാധികാരി ആരാ? ആ സമയത്ത് ആറ്റിങ്ങൽ റാണിയായിട്ടുള്ള ഉമയമ്മ റാണിയാണ്. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ 5 തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല അല്ലേ, തിരുവനന്തപുരം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള 1695 കോട്ടയുടെ പണി പൂർത്തീകരിച്ചത്. അതിനുശേഷം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ 1697 5 തെങ്ങ് കലാപം നടക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ വർഷം പറയാം. 1684 സ്ഥലം നൽകി. 1690 കോട്ടയുടെ പണി ആരംഭിച്ചത്. 1695 ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും കോട്ടയുടെ പണി പൂർത്തീകരിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 തെങ്ങ് കോട്ടയുടെ പണി പൂർത്തീകരിച്ചുള്ളത് 1695. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോഴാണ് 5 തെങ്ങ് കലാപം നടന്നിട്ടുള്ളത്. ഇനി എന്തുകൊണ്ടായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള 5 തെങ്ങ് കലാപം നടന്നിട്ടുള്ളത്? അതിൻ്റെ റീസൺസ് എന്തായിരിക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞിട്ടുള്ള 5 തെങ്ങ് കലാപം എന്ന് പറയുന്നത് ഒരു സംഘടിത കലാപമൊന്നും ആയിരുന്നില്ല അല്ലേ, ഒരു സംഘടനയുടെ പിൻബലോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നേതാവൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. പിന്നെ എന്തുകൊണ്ടായിരിക്കും 5 തെങ്ങ് കലാപം നടന്നിട്ടുള്ളത്? അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക സ്വന്തമാക്കി. എന്താണ്? ബ്രിട്ടീഷുകാർ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക സ്വന്തമാക്കി. അതായത് ബ്രിട്ടീഷുകാർക്ക് മാത്രമായിരിക്കും, അവർക്കാണ് ഈ കുരുമുളകിൻ്റെയൊക്കെ വിലയൊക്കെ നിശ്ചയിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർക്ക് മാത്രമാണ് അതിനുള്ളൊരു അധികാരമൊക്കെ ഉള്ളത് എന്നുള്ള രീതിയിലായി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കച്ചവടക്കാരെ അത് അസ്വസ്ഥരാക്കി. കാരണം ബ്രിട്ടീഷുകാർ കുറഞ്ഞ വിലയ്ക്കായിരിക്കും കുരുമുളക് വിൽക്കാൻ പറയുന്നത്. അപ്പം കച്ചവടക്കാർ അതനുസരിച്ചിട്ട് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കണം. അപ്പോൾ അവർക്ക് നഷ്ടങ്ങളൊക്കെ വന്നു. അങ്ങനെ കച്ചവടക്കാരെ അസ്വസ്ഥരാക്കി. ഇതാണ് ഇതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. അതായത് ബ്രിട്ടീഷുകാർ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക സ്വന്തമാക്കി
സ്വന്തമാക്കി എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ റീസൺ. അതേപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞു അല്ലേ, ഇതുപോലെ കോട്ട വന്നു, 5 തെങ്ങിൽ കോട്ട വന്നു. അപ്പോൾ കോട്ട വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? കോട്ട വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സൈനികരുണ്ടാവും അല്ലേ, സോൾജേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെയൊക്കെ അവിടെ തടസ്സപ്പെടുത്തി. ഇതുപോലെ സൈനികരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അവിടെ തടസ്സപ്പെട്ടു. അങ്ങനെ വ്യാപാരികളും നാട്ടുകാരും ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ കോട്ടയെ ആക്രമിക്കാൻ തുടങ്ങിയത്. ഇതാണ് 5 തെങ്ങ് കലാപം എന്ന് പറയുന്നത്. ഇതൊരു സംഘടിത കലാപം അല്ലാത്തതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഇത് എളുപ്പത്തിൽ അടിച്ചമർത്താൻ പറ്റി. പിന്നെ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെച്ചേക്കാം. 5 തെങ്ങ് കലാപം നടന്നപ്പം വേണാട് രാജാവ് ആരായിരുന്നു ചോദിക്കുകയാണെങ്കിൽ രവിവർമ്മയായിരുന്നു. ആരാണ്? രവിവർമ്മയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 5 തെങ്ങ് കലാപം കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പറയാം കേട്ടോ. 5 തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലേ. പിന്നെ ബ്രിട്ടീഷുകാർ 5 തെങ്ങ് കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ള വർഷം ഏത് വർഷത്തിലായിരുന്നു? 1695 പിന്നെ ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ 5 തെങ്ങ് കലാപം നടന്നിട്ടുള്ള വർഷം ഏതാ? 5 തെങ്ങ് കലാപം നടന്നിട്ടുള്ള വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ അല്ലേ, 1697. 5 തെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് 5 തെങ്ങിൽ കോട്ട പണി കഴിപ്പിക്കാൻ അനുമതി നൽകിയിട്ടുള്ള ഭരണാധികാരി ചോദിക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ റാണി. ആ സമയത്ത് ആറ്റിങ്ങൽ റാണി ആരായിരുന്നു? ഉമയമ്മ റാണി. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആറ്റിങ്ങൽ കലാപമാണ് അല്ലേ. അപ്പോൾ ഇതിനൊരു നേതാവൊക്കെ ഉണ്ടായിരുന്നു, കാരണം സംഘടിത കലാപമാണ്, ഇതിനൊരു നേതാവ് ഉണ്ടായിരുന്നു. ഇനി ഈ ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുള്ള വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. 1721. ഏതാണ് വർഷം? 1721. 5 തെങ്ങ് കലാപം നടന്നിട്ടുള്ള വർഷം ഏതാ? 1697 ആണെങ്കിൽ ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുള്ള വർഷം 1721. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തെ വേണാട് ഭരണാധികാരി പഠിച്ചു വെച്ചേക്കണം, ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരാണ്? ആദിത്യവർമ്മ. 5 തെങ്ങ് കലാപം നടന്ന സമയത്ത് വേണാട് രാജാവ് ആരാൻ ചോദിക്കുകയാണെങ്കിൽ രവിവർമ്മയാണ്. ഓക്കെ, രവിവർമ്മയാണ്. അപ്പോൾ അതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി 5 തെങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 5 തെങ്ങിൽ കോട്ടയൊക്കെ പണിയാൻ അനുവാദം നൽകി അല്ലേ, നമ്മുടെ ആറ്റിങ്ങൽ റാണിയായിട്ടുള്ള ഉമയമ്മ റാണി അനുവാദമൊക്കെ നൽകി. അപ്പോൾ അങ്ങനെ അനുവാദങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ ബ്രിട്ടീഷുകാർ ഓരോ വർഷം തോറും ആറ്റിങ്ങൽ റാണിയായിട്ടുള്ള ഉമയമ്മ റാണിക്ക് പാരിതോഷികം സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ബ്രിട്ടീഷുകാർ ഇങ്ങനെ സമ്മാനങ്ങളും പാരിതോഷികങ്ങളൊക്കെ കൊടുക്കണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് ഭരണപ്രമാണിമാരായിട്ടുള്ള 8 വീട്ടിൽ പിള്ളകളെ അസ്വസ്ഥരാക്കി. കാരണം റാണിക്ക് ബ്രിട്ടീഷിൻ്റെ അടുത്തൊരു ചായ്വ് വന്ന് തുടങ്ങി എന്നൊരു തോന്നലൊക്കെ അവർക്ക് വന്നിട്ട് അവരിത് അസ്വസ്ഥരാക്കി. എന്നിട്ട് 8 വീട്ടിൽ പിള്ളമാർ ബ്രിട്ടീഷിൻ്റെ അടുത്തൊരു കാര്യം ആവശ്യപ്പെട്ടു. അതായത് ഇനി ഇതേപോലെ ഓരോ വർഷം തോറും ഇങ്ങനെ പാരിതോഷികം ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അത് അവരും കൂടെ അറിഞ്ഞിട്ടാവണം, അല്ലെങ്കിൽ അവർ മുഖേനയാവണം, അവർ വഴിയാവണം എന്നുള്ളൊരാവശ്യം അവർ ബ്രിട്ടീഷിൻ്റെ അടുത്ത് ഉന്നയിച്ചു. ബ്രിട്ടീഷുകാരൊന്നും ചെവി കൊണ്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ റീസൺ, ഈ പറഞ്ഞിട്ടുള്ള ആറ്റിങ്ങൽ കലാപം നടക്കാനുള്ള മെയിൻ റീസൺ ആണത്. ഇനി 5 തെങ്ങ് കോട്ടയുടെ ആ സമയത്തെ മേധാവി ഗിഫോർഡായിരുന്നു. ആരായിരുന്നു? 5 തെങ്ങ് കോട്ടയുടെ ആ സമയത്തെ മേധാവി ആരായിരുന്നു? ഗിഫോർഡാണ്. അങ്ങനെ റാണിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫോർഡും 140 ബ്രിട്ടീഷുകാരും കൂടി പോവായിരുന്നേ. ആ സമയത്ത് 8 വീട്ടിൽ പിള്ളമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ ഗിഫോർഡിനെയും 140 ബ്രിട്ടീഷുകാരെയും വധിക്കുകയുണ്ടായത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്ന ഒരു സംഘടിത കലാപമാണ് അല്ലേ. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കുടമുൻ പിള്ളയാണ്. ആരാണ്? കുടമുൻ പിള്ള. ഓക്കെ, ഇനി ഇവരുടെ ശവശരീരങ്ങളൊക്കെ, അപ്പോൾ നമ്മുടെ ഗിഫോർഡിനെ 140 ബ്രിട്ടീഷുകാരെയൊക്കെ വധിക്കുകയുണ്ടായല്ലോ, ഇവരുടെ ശവശരീരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുള്ളത് വാമനപുരം പുഴയിലേക്കാണ്. എവിടേക്കാണ്? വാമനപുരം പുഴ. വാമനപുരം പുഴ ഇപ്പോൾ അറിയപ്പെടുന്നത് കൊല്ലം പുഴ എന്നാണ് കേട്ടോ. അതും കൂടെ പഠിച്ചു വെച്ചേക്കുക. വാമനപുരം പുഴ ഇപ്പോൾ അറിയപ്പെടുന്നത് കൊല്ലം പുഴ എന്നാണ്. അപ്പം ആ സമയത്തെ നമ്മുടെ 5 തെങ്ങ് കോട്ടയുടെ മേധാവി ഗിഫോർഡായിരുന്നു. അതിനുശേഷം മിഡ്ഫോർഡ് വന്നു കേട്ടോ. അതിനുശേഷം മേധാവിയായിട്ട് വന്നിട്ടുള്ളത് മിഡ്ഫോർഡാണ്. അതിനുശേഷം മേധാവിയായിട്ട് വന്നിട്ടുള്ളതാണ് അലക്സാണ്ടർ ഓം. അപ്പോൾ ഈ ഒരു കലാപത്തെ അടിച്ചമർത്തിയതുണ്ടല്ലോ തലശ്ശേരിയിൽ നിന്ന് വന്നിട്ടുള്ള സൈന്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ആറ്റിങ്ങൽ കലാപത്തെ അടിച്ചമർത്തിയത് ആരാണ്? തലശ്ശേരിയിൽ നിന്ന് വന്നിട്ടുള്ള സൈന്യമാണ്. ഇത്രയും ഓക്കെയാണല്ലോ. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിലെ PSCയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഞാൻ വേഗം പറയാം. ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുള്ള വർഷം ഏതാണ്? 1721 അല്ലേ. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ കലാപമാണ്. പിന്നെ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി
ആരാ? ആദിത്യവർമ്മ. ആറ്റിങ്കൽ വെച്ചിട്ട് തന്നെ ആദിത്യവർമ്മ. ആറ്റിങ്കൽ കലാപം നടന്നിട്ടുള്ള വർഷം 1721. എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഏപ്രിൽ 15-നാണ്. ആറ്റിങ്കൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാ? ഗിഫോർഡും അതുപോലെ തന്നെ 140 ബ്രിട്ടീഷുകാരും അല്ലേ. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വേണാട് ഉടമ്പടി. അതിലേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ. ഇനി ഈ ഒരു കലാപത്തെ അടിച്ചമർത്തിയിട്ടുള്ള സൈന്യം എവിടെ നിന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തലശ്ശേരിയിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയൊക്കെയാണല്ലോ. ഇനി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ചിട്ടുള്ള ഒരു ഉടമ്പടിയാണ്, അതാണ് വേണാട് ഉടമ്പടി. ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേണാട് ഉടമ്പടി ഒപ്പുവെച്ചിട്ടുള്ള വർഷം 1723. നമുക്കറിയാം ആറ്റിങ്ങൽ കലാപം എന്നായിരുന്നു? 1721. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ച്. ആരൊക്കെയായിരുന്നു ഒപ്പുവെച്ചത്? ബ്രിട്ടീഷുകാരും വേണാട് ഭരണാധികാരികളുമാണിത് ഒപ്പുവെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് അഞ്ചുതെങ്ങ് കോട്ടയുടെ മേധാവിയായിട്ടുള്ള അലക്സാണ്ടർ റോം, നമ്മൾ പറഞ്ഞില്ലേ ഗിഫോർഡ് റോമിന് ശേഷം മിഡ്ഫോർഡ് വന്നു, അതിന് ശേഷം അലക്സാണ്ടർ റോം വന്നു അല്ലേ. അപ്പോൾ ആ സമയത്ത് അഞ്ചുതെങ്ങ് കോട്ടയുടെ മേധാവിയായിട്ടുള്ള അലക്സാണ്ടർ റോമാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടത് ഒപ്പുവെച്ചത്. അതേസമയം വേണാടുകാർക്ക് വേണ്ടിയിട്ടത് ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. അതായത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് വേണാടുകാർക്ക് വേണ്ടിയിട്ടത് ഒപ്പുവെച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഭാരതീയ രാജാവായിട്ട് ഇത് ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പോൾ ആരായിരുന്നു ആ രാജാവ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഈ ഒരു ഉടമ്പടിക്ക് ശേഷം ബ്രിട്ടീഷുകാർക്ക് ഫുൾ ഫ്രീഡം കിട്ടുകയാണ് കേട്ടോ. അതായത് ഇനി മേല നാട്ടുകാർ ബ്രിട്ടീഷിനെതിരെ തിരിയരുത് എന്നൊക്കെ ആ ഒരു ക്ലോസ് ആ ഒരു ഉടമ്പടിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1721 നടന്നിട്ടുള്ള ആറ്റിങ്ങൽ കലാപത്തിൽ വന്നിട്ടുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പരിഹരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ ഈ ഒരു ഉടമ്പടിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് എവിടെ വേണമെങ്കിലും കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവകാശമൊക്കെ നേടിക്കൊടുക്കുന്ന ഒരു ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, വേണാട് ഉടമ്പടി നടന്നിട്ടുള്ള വർഷം 1723 അല്ലേ. ആറ്റിങ്ങൽ കലാപം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് വേണാട് ഉടമ്പടി വന്നിട്ടുള്ളത്. അത് ഒപ്പുവെച്ചിട്ടുള്ളത് ആരൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് അലക്സാണ്ടർ റോമും അതുപോലെ തന്നെ വേണാടുകാർക്ക് വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മയായിരുന്നു അല്ലേ. അപ്പോൾ വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാൻ ചോദിക്കുകയാണെങ്കിൽ മാർത്താണ്ഡവർമ്മയാണ്. വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചിട്ടുള്ള ആരാൻ ചോദിക്കുകയാണെങ്കിൽ അലക്സാണ്ടർ റോമാണ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ചിട്ടുള്ള ഉടമ്പടി ഏതാൻ ചോദിക്കുകയാണെങ്കിൽ വേണാട് ഉടമ്പടി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം നടന്നിട്ടുള്ള വർഷം ഏതായിരുന്നു ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ? 1697 അല്ലേ. ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുള്ള വർഷം ഏതായിരുന്നു? 1721. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഒപ്പിട്ടിട്ടുള്ള ഉടമ്പടി ഏതായിരുന്നു? വേണാട് ഉടമ്പടി. അതിൻ്റെ വർഷം എത്രയാണ്? 1723. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു ഹിസ്റ്ററി ക്ലാസ് നമ്മുടെ ചാനലിൽ എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് ഒക്കെ വാല്യുബിൾ ആണോ എന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മറക്കണ്ട, ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.